ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കപ്പ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ദേശഫിലെ ഷമീംക്കയുടെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ ഇക്കയുടെ വീഡിയോ കണ്ടപ്പോൾ തീരുമാനിച്ചതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ വീട്ടിൽ കപ്പ കിട്ടിയപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ഡിഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 3-4 ഉണക്കമുളക്, പിന്നെ ഒരു 8-9 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ല കുറുകിയിട്ടുള്ള പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോവേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നേരത്തെ തന്നെ കുറച്ച് കപ്പ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പ നന്നായിട്ട് വെന്ത് നല്ല പൊടിയുള്ള കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് പകരം ശരിക്കും വേണ്ടത് ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബീഫ് ഇല്ലാത്തത് കാരണം ചിക്കനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കപ്പയൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇതാ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. തേങ്ങ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പാലും ഈ ഒരു മിക്സൊക്കെ ഈ ഒരു കപ്പയിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ചീസ് ഇല്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചീസും കൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിരിക്കണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ കപ്പ വിളമ്പിയിട്ട് അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തി വെച്ച് കൊടുക്കാം.
അതിന് മുകളിലായിട്ട് ചിക്കനും കൂടെ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുളിയും ചിക്കനും എരിവും എല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു കപ്പ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇവ മൂന്നും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്, ഒരു വേറിട്ടൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.